1987-ലാണ് ബാംഗ്ലൂരിൽ ഇസ്കോൺ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു ചെറിയ വാടക കെട്ടിടത്തിലായിരുന്നു തുടക്കം. പിന്നീട് നഗരത്തിലെ ഹരേ കൃഷ്ണ ഹിൽസ് എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിൽ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനു പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് മധു പണ്ഡിറ്റ് ദാസ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. 1990കളിൽ ആരംഭിച്ച നിർമ്മാണം 1997-ൽ പൂർത്തിയായി. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ആധുനികമായ ഗ്ലാസ് വർക്കുകളും പരമ്പരാഗത ദക്ഷിണേന്ത്യൻ ഗോപുരശൈലിയും ചേർന്ന ഒരു അപൂർവ നിർമ്മാണ രീതിയാണിവിടെ കാണാവുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. കൂടാതെ രാധാകൃഷ്ണൻ, നിതായ് ഗൗരംഗ എന്നിവരുടെ മനോഹരമായ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം പൂശിയ ധ്വജസ്തംഭങ്ങളിലൊന്ന് ഈ ക്ഷേത്രത്തിലാണ്. ബാംഗ്ലൂർ ഇസ്കോണിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് അക്ഷയപാത്ര ഫൗണ്ടേഷൻ. ലക്ഷക്കണക്കിന് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇവിടെ നിന്നാണ്. ബാംഗ്ലൂരിലെ രാജാജി നഗറിലുള്ള ഹരേ കൃഷ്ണ ഹിൽസ് എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടിതൊരു തരിശുഭൂമിയായിരുന്നു. 1980കളുടെ അവസാനത്തിൽ അന്നത്തെ കർണാടക സർക്കാർ ഈ സ്ഥലം ഇസ്കോൺ സൊസൈറ്റിക്ക് നൽകുകയായിരുന്നു. വെറും 10 വർഷം കൊണ്ട് ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ കേന്ദ്രമായി ഇത് മാറി. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വെളിച്ചം തട്ടുമ്പോൾ ഇത് അതിമനോഹരമായ കാഴ്ചയാണ്. പ്രധാന ശ്രീകോവിലിനു മുകളിലുള്ള താഴികക്കുടങ്ങൾ സ്വർണം പൂശിയവയാണ്. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രാർത്ഥിക്കാവുന്ന വലിയ പ്രാർത്ഥനാ ഹാൾ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പുറത്തെ പൂന്തോട്ടങ്ങളിലും പരിസരങ്ങളിലും ഫോട്ടോ എടുക്കാം. മാന്യമായ വസ്ത്രധാരണം പ്രതീക്ഷിക്കുന്നു. വസ്ത്രധാരണത്തിൽ പ്രത്യേകിച്ച് കർശനമായ യൂണിഫോം ഇല്ലെങ്കിലും മാന്യത പുലർത്തണം. ശനി ഞായർ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. സമാധാനമായി ദർശനം നടത്താൻ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പോകുന്നതാണ് നല്ലത്. പച്ച ലൈനിലുള്ള മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ.